ഇന്ന് വിവേക ചൂടാമണിയിലെ 36-ാം ശ്ലോകം. അപ്പം എങ്ങനെയാണ് ഒരു ഗുരുവിനെ ശിഷ്യൻ സമീപിക്കേണ്ടത്? ശിഷ്യന് വേണ്ടതായ യോഗ്യതകളൊക്കെ നേടി ആ ശിഷ്യൻ യോഗ്യതയുള്ള ഗുരുവിനെ സമീപിക്കണം എന്ന് പറഞ്ഞു. അതെങ്ങനെ സമീപിക്കണം എന്ന് പറഞ്ഞു. ഇനി എന്താണ് അവിടെ ചെന്ന് ചോദിക്കേണ്ടത് എന്ന് പറയുന്നു 36-ാമത്തെ ശ്ലോകത്തില്. ദുർവാര സംസാരദവാഗ്നിതപ്തം ദോധൂയമാനം ദുരദൃഷ്ടവാദൈഃ ഭീതം പ്രപന്നം പരിപാഹി മൃത്യോഃ ശരണ്യമന്യത്യദഹം ന ജാനേ. ദുർവാര സംസാരദവാഗ്നിതപ്തം ദോധൂയമാനം ദുരദൃഷ്ടവാദൈഃ ഭീതം പ്രപന്നം പരിപാഹി മൃത്യോഃ ശരണ്യമന്യത്യദഹം ന ജാനേ. ഈ ശ്ലോകത്തിന്റെ ചെലല് തന്നെ പ്രത്യേക രീതിയിലാണ്. അങ്ങനെയാണ് ഗുരുദേവൻ പറയുന്നത്. ഗുരുദേവന്റെ കമന്ററിയിൽ സ്വാമിജി പറയും, ഈ ശിഷ്യന്റെ അർജൻസി, തലയ്ക്ക് തീ പിടിച്ച ഒരാള് വെള്ളത്തിൽ ചാടാൻ എത്ര അർജന്റായിട്ടാ ഓടുകയല്ലേ. അതെ, അപ്പൊ ഇങ്ങനെ രാഗത്തിലും താളത്തിലൊക്കെയാണ് പോയിട്ട് പാട്ട് പാടിയിട്ടാണോ പോവുക? അല്ല, എങ്ങനെയെങ്കിലും ഈ തീനെ കിടത്തണുള്ള വിചാരത്തില അല്ലേ. ഇതുമാതിരി താനിന്ന് അനുഭവിക്കുന്ന സംസാര ദുഃഖങ്ങളും ദുരിതങ്ങളിൽ നിന്നും ആ മാനസികമായ പീഡനത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കണം എന്നുള്ളതായ തീവ്രമായ ഇച്ഛയോട് കൂടിയിട്ടാണ് ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ആ വാക്കുകളിൽ തന്നെ അത് പ്രകടമാകുന്നു. ദുർവാര സംസാര ദവാഗ്നിതപ്തം ദോധൂയമാനം ദുരദൃഷ്ടവാദ. വധങ്ങള് അടുക്കി വെക്കുന്നതിൽ പോലും ആചാര്യസ്വാമികൾ അതവിടെ ശ്രദ്ധിച്ചു. അതുപോലെയുള്ള വാക്കുകളാ ചേർത്തിട്ട് കേൾക്കണ കേട്ടാൽ തന്നെ തോന്നും, ഓ കുട്ടിക്ക് എന്തോ ബുദ്ധിമുട്ട് വല്ലാതെ വിഷമായിട്ടാ വന്നേക്കണേന്ന്. ദുർവാര സംസാര ദവാഗ്നിതപ്തം. ദുർവാരം എന്ന് പറഞ്ഞാലോ, ദുര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമുള്ള, ചീത്തയായ, ബാഡായിട്ടുള്ള അർത്ഥം. വാരം ചാലോ തടുക്കാൻ കഴിയുക, നീക്കാൻ കഴിയുക. അപ്പൊ ദുർവാരം ചാലോ തടുക്കാൻ കഴിയാത്ത, വളരെ പ്രയാസമുള്ള. സംസാരം ഈ പ്രപഞ്ച ജീവിതം. അവിടെ ദവാഗ്നിതപ്തം, അഗ്നി ദവാഗ്നി കാട്ടുതീയ്, ഫോറസ്റ്റ് ഫയർ. അതിനാൽ തപ്തം, ഞാനിപ്പോൾ എവിടെയാണ്? ഞാനൊരു കാട്ടിൽ അകപ്പെട്ടിരിക്കുക, പെരുങ്കാട്ടില്, സംസാരമാകുന്ന പെരുങ്കാട്ടിൽപ്പെട്ടു. അവിടെയാണെങ്കിലോ നീക്കാനാവാത്ത, ദുർവാരം വെച്ചാൽ ഡിഫിക്കൽട്ട് ടു റിമൂവ്, വളരെ പ്രയാസം, നീക്കാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ കടക്കാൻ പ്രയാസമുള്ള ഒരു കാട്ടുതീയിൽ അകപ്പെട്ടു, ദാവാഗ്നിയിൽപ്പെട്ടു. എന്നിട്ടോ തപ്തം, തീരിനടുക്ക് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചൂടനുഭവപ്പെടൂലേ? അതിനേക്കാൾ ശക്തമായ ചൂടാണ് അനുഭവപ്പെടുക കാട്ടുതീയിൽ പെട്ട് കഴിഞ്ഞാൽ. ചുറ്റുപാടും കത്തിക്കൊണ്ടുവരുന്ന കാട്ടുതീയിൻ്റെ അകപ്പെട്ട് ആ കാട്ടുതീയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ, അതിനെ തരണം ചെയ്യാൻ കഴിയാതെ, ദോധൂയമാനം ദുരദൃഷ്ടവാദൈഹി, കാട്ടിലെ കാറ്റടിച്ചിട്ട് ആ തീയിൻ്റെ ആ നാളങ്ങളും ചൂടും കൂടെ ജാസ്തിയായിക്കൊണ്ട് അതിനാൽ അടിക്കപ്പെടുന്നവനായിട്ട്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് എൻ്റെ ഇന്നത്തെ നില. ഭീതം, അത്യധികം ഭയപ്പെട്ടുകൊണ്ട്, മൃത്യോഹോ ഭീതം, മരണത്തിൽ നിന്ന് ഭയപ്പെട്ടുകൊണ്ട്, സംസാരത്തിൽ നിന്ന് ഭയപ്പെട്ടുകൊണ്ട്, ഈ ദുഃഖങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഭയപ്പെട്ടുകൊണ്ട്, ഇതിനെ പ്രതിവിധി കാണാൻ കഴിയാതെ, പ്രപന്നം, അങ്ങേ സർവാത്മന ശരണമടഞ്ഞിരിക്കുന്നതായ മാം, എന്നെ പരിപാഹി, അങ്ങ് പരിപാലിച്ചാലും, അങ്ങ് ഉദ്ധരിച്ചാലും, അങ്ങ് രക്ഷിച്ചാലും ഏ ഗുരോ. അന്യത് ശരണം, അങ്ങയല്ലാതെ മറ്റൊരാളെ ശരണമായിട്ട് അഹം ന ജാനേ, ഞാൻ കാണാനില്ല ഗുരു. എന്താ? ഒരു കാട്ടുതീയനോട് ഉപമിച്ചിരിക്കുകയാണ് ഇവിടുത്തെ സംസാര ദുഃഖങ്ങളെ. അതെങ്ങനെയുള്ളതാണ്? തടുക്കാനാവാത്ത ദുർവാരം, തടുക്കാനാവാത്തതാണ്, നീക്കാൻ കഴിയാത്തതാണ്, ഓവർകം ചെയ്യാൻ കഴിയാത്തതാ ആ സംസാരമാകുന്ന കാട്ടുതീയിൽപ്പെട്ട് ഞാൻ എരിപിരി കൊള്ളുന്നു. ഈ കാട്ടുതീയിലെ തീ വരുമ്പോൾ, കാട്ടിൽ കാറ്റടിക്കുന്ന സമയത്ത് ആ കാറ്റുകൊണ്ട് തീ ആളിക്കത്തും.
ഈ ആളിക്കത്തുമ്പോഴോ ചൂട് കൂടുതൽ അസഹ്യമാവും എനിക്ക്. അതാണ് ദുരദൃഷ്ടവാദൈഹി. ഇവിടെ ഏതാണ് ഈ കാട്ടുതീയിനെ ആളിക്കത്തിപ്പിക്കുന്ന കാറ്റ്? കാട്ടിലെ കാറ്റേതാ? ദുരം, നിൽക്കാൻ വിഷമമുള്ളതായ അദൃഷ്ടം. അദൃഷ്ടം വെച്ചാൽ പുണ്യവും പാപമാണ്. അതായത് കാണാൻ കഴിയാത്തതിനെയാണ് നമുക്ക് അദൃഷ്ടം എന്ന് പറയേണ്ടത്. അദൃഷ്ടമാക്കി നൃത്തം കാണാൻ പറ്റാത്തത്. പുണ്യവും പാപവും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ അക്കൗണ്ടിൽ എത്രയൊക്കെ പുണ്യം പാപം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. അത് നമ്മൾ അനുഭവപ്പെടുന്നത് സുഖദുഃഖ രൂപത്തിലാണ്. ഇപ്പൊ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖമാണ് അല്ലേ? അപ്പൊ അദൃഷ്ടം, ചീത്തയായ അദൃഷ്ടം. ചീത്തയായ അദൃഷ്ടം എന്ന് പറഞ്ഞാൽ സുഖമല്ല, നല്ല അദൃഷ്ടമാണ് സുഖം, പുണ്യം. ചീത്തയായ അദൃഷ്ടം ഏതാ? പാപം. അപ്പൊ ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ട് ഇന്ന് ഈ സംസാര ജീവിതത്തിൽപ്പെട്ട് അനേക ദുഃഖങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അനുഭവങ്ങൾ തടുക്കാനായിട്ട്, അതിനെ അതിവർത്തിക്കാനായിട്ട് എനിക്ക് ആവണമില്ല. അത് കാട്ടുതീയിൽപ്പെട്ട ഒരാളുടെ അവസ്ഥ പോലെയാണ്. ആ കാട്ടുതീ ആളിക്കത്താൻ തുടങ്ങി കുറെ കാറ്റും കൂടി അടിക്കുമ്പോൾ എൻ്റെ പൂർവ്വപാപമാകുന്ന ആ കാറ്റടിച്ചിട്ട് ഈ സംസാര ദുഃഖം എനിക്ക് അസഹ്യമായി തീർന്നിരിക്കുന്നു. അത് അധികരിച്ചുകൊണ്ടിരിക്കണം. പൂർവ്വപാപത്തിന്റെ ഫലം കൊണ്ട് എൻ്റെ സഫറിങ്, എൻ്റെ ജീവിത പ്രശ്നങ്ങളും ദുഃഖങ്ങളും അത്യധികമായിരിക്കുന്നു. അതൊന്ന് എനിക്ക് സ്വന്തം നിലയ്ക്ക് രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ട് ഭീതം, ആ നിർഭാഗ്യമാവുന്ന ചുഴലിക്കാറ്റടിപ്പിച്ചിട്ട് ആ സംസാരമാവുന്ന കാട്ടുതീയിൽപ്പെട്ട് ഉഴന്നുകൊണ്ടിരിക്കുന്ന എന്നെ, ഭയചകിതനായിരിക്കുന്ന എന്നെ, ഭീതം പ്രപന്നം, ഞാൻ അങ്ങേ ശരണമടയുന്നു. മൃത്യോഹോ, മൃത്യുവിൽ നിന്ന്, സംസാരത്തിൽ നിന്ന്, പരിവാഹി, അങ്ങനെ രക്ഷിക്കണേ. അന്യത് ശരണം, അങ്ങല്ലാതെ എനിക്ക് വേറെ ശരണമടയാൻ വേറൊരാളെ ഞാൻ കാണാനില്ല. അഹം ന ജാനേ, ഞാൻ കാണുന്നില്ല, അറിയുന്നില്ല. എനിക്ക് അങ്ങേ മാത്രമേ ഈ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടിത്തരാൻ കഴിയുന്ന ഒരു ആശ്രിതനായിട്ട്, ഒരു ബന്ധുവായിട്ട് ഞാൻ കാണുന്നുള്ളൂ, കണക്കാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൈവടിയരുതേ, എന്നെ സ്വീകരിക്കണമേ എന്നാണ്. അപ്പൊ ശിഷ്യനും ഗുരുവിനോടുണ്ടാവുന്ന ഭാവന കണ്ടില്ലേ? എന്താ? അങ്ങല്ലാതെ വേറെ ആരും എനിക്ക് രക്ഷയില്ല, അങ്ങക്ക് മാത്രമേ എന്നെ സംസാര ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങക്ക് പറ്റില്ല, ഞാൻ വേറെ ആരെങ്കിലും അടുത്ത് പൊക്കോളാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ ആ ശിഷ്യന് ഗുണം ചെയ്യില്ല. മനസ്സിലായോ? യു ആർ ദ ഓൺലി റിസോർട്ട്. അങ്ങ് മാത്രമാണ് എൻ്റെ പരമമായ ആശ്രയം. അപ്പൊ ഇവിടെ ചോദിക്കണം എന്താണ്? ലൗകികമായിട്ടുള്ളതായ എന്തെങ്കിലും അറിവോ എന്തെങ്കിലോ പ്രശ്ന പരിഹാരമല്ല ശിഷ്യൻ ചോദിക്കണത്. നോക്കണം, വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും സൊല്യൂഷൻ അല്ല അദ്ദേഹം ചോദിക്കണം. എന്താണ്? ജീവിത പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ചോദിക്കുന്നത്. എന്താണ് ജീവിതത്തിന്റെ പ്രശ്നം? ഈ സംസാര ദുഃഖങ്ങൾ അനുഭവിക്കാൻ എന്താ കാരണം? അജ്ഞാനമാണ്. ആ അജ്ഞാനത്തിന്റെ നിവൃത്തിയാണ് ശിഷ്യൻ ചോദിക്കുന്നത്. അത് ലൗകികമായ നേട്ടങ്ങളെ കൊണ്ടോ ഭൗതികമായ അറിവുകൊണ്ടോ ഒന്നുകൊണ്ട് സാധിക്കാൻ പറ്റില്ല. എങ്ങനെ എൻ്റെ സംസാരത്തെ നീക്കാൻ പറ്റും? ഞാൻ അനുഭവിക്കുന്ന സംസാരത്തെയും സംസാര ദുഃഖങ്ങളെയും അതിന് കാരണമായ അജ്ഞാനത്തെയും തീർത്തു തരൂ. മൃത്യോഹ പരിവാഹി, മൃത്യുവിൽ നിന്നെ പരിപാലിക്കൂ. വെച്ചാൽ ഈ സംസാരത്തിൽ നിന്ന്, ജന്മമരണ രൂപമായ സംസാരത്തിൽ നിന്ന് അങ്ങനെ കാറ്റുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഗുരുവിനോട്. അപ്പൊ എന്താണ് ഗുരുവിൻ്റെ അടുത്ത് ചിലർ ചോദിക്കേണ്ടത്? അത് നമുക്കറിയണം. ഇതാണ് ചോദിക്കേണ്ടത്. അയ്യോ, നമ്മൾ പലതരത്തിലുള്ളതായ പരിമിതികളും ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കട്ടെ അല്ലേ? അതൊക്കെ തീർത്തു തരാൻ കഴിവുള്ള ഒരാള് ഈ ഗുരുനാഥൻ മാത്രമാണ് എന്ന ബോധ്യത്തോടു കൂടി അദ്ദേഹത്തിനോട് അപ്രകാരം അപേക്ഷിക്കണം. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ദുർവാര സംസാര ധവാഗ്നിതപ്തം. ആ ശ്ലോകം അങ്ങനെ തന്നെ ചെല്ലണം. എന്താ അതിന് കാരണം? സ്വാമി അറിയാം അങ്ങനെ ചെല്ലണം. കുട്ടിയുടെ അർജൻസിയെ എത്രയും പെട്ടെന്ന്, കാട്ടുതീയിൽപ്പെട്ട് കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ആ കാട്ടുതീയിൽപ്പെട്ട ഒരാളുടെ സ്ഥിതി എത്ര പരിതാപകരമാണല്ലേ? വേഗം നശിച്ചു പോകും, വേഗം അവിടുന്ന് രക്ഷപ്പെടുത്തണം. അതിനുള്ള ആ ധൃതി, ശിഷ്യന്റെ ധൃതിയാണ് ഇതിൽ കാണിക്കുന്നത്. ഓരോ ആൾക്കും ജീവിതത്തിൽ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഇപ്രകാരമുള്ള ഒരു ഗുരുലാഭം ഉണ്ടാവണം. ആ ഗുരുവിന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവണം. അപ്പോളേ സാധിക്കുള്ളൂ എന്നുകൂടി സൂചന. ഓക്കെ, ഹരിയോ.